വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിത് ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഈ കമ്പനി ഇത് പരിചയപ്പെട്ട കാലം തൊട്ട് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതുകൊണ്ട് നമുക്ക് ഹെൽത്ത് ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് നല്ലൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു, സാഗർ ജോഷി സാറിനോട് നന്ദി പറയുന്നു, നമുക്കിടെ പ്രിയങ്കരനായ നമ്മളുടെ കയ്യിലെത്തിച്ച മനോജ് സാറിനോട് നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് എപ്പോഴും സൂമിൽ കൂടിയും പ്രോഗ്രാമിൽ കൂടിയും NDOP, RTOP, BOP ഇതുകൂടാതെ വർക്ക്ഷോപ്പ് ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകളിൽ കൂടിയും നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തരുന്ന നമുക്ക് കുറെ ലീഡേഴ്സ് നമ്മുടെ ഈ ബയോട്ടോറിയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാം പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും സക്സസ് ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരുപാട് വരുമാനവും കിട്ടുന്ന ഈ പരിപാടിയിലേക്കാണ് ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ഹാപ്പിയാണ്. ഇത് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ഡസ് ആൻഡ് ഡോൺസ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഗുഡ് മോർണിംഗ്. ഇത് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമാണ് ഇതിന്റെ വിഷയം. ഇത് നമുക്ക് ക്ലാസ് തരുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഗ്രേറ്റ് ലീഡർ യൂനിസ് സാറാണ്. എറണാകുളം ടീം ലീഡറാണ്. കുറെ ലീഡേഴ്സിന്റെ വെറൈറ്റി ക്ലാസ്സുകളാണ് നമ്മൾ ഓരോ പ്രാവശ്യം കേൾക്കുന്നത്. അതുപോലെ ഒരു വെറൈറ്റി ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ക്ലാസ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും ചെയ്യാൻ പാടില്ലാത്തതും ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ കളമശ്ശേരി സ്വദേശിയായ കുറെ ടീം നോക്കാതെ എല്ലാവരെയും ഒരു കൊടക്കീഴിൽ എന്ന പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിജയം ഉറപ്പാക്കി കൊടുക്കുന്ന ഒരു ലീഡറാണ് നമ്മുടെ യൂനിസ് സാറ്. ആ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം യൂനിസ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. കേൾക്കാലോ അല്ലേ? എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് യൂനിസ്. സ്വദേശം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി. വളരെയേറെ സന്തോഷം രാവിലെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമില് പ്രായഭേദമെന്നെ സാഹചര്യങ്ങൾ അതിജീവിച്ച് എല്ലാ ദിവസവും വീഡിയോ ഓൺ ചെയ്തും അല്ലാതെയുമായി വന്നിരിക്കുന്ന എല്ലാവരെയും ഇങ്ങനെ കാണാനും കേൾക്കാനും സാധിക്കുന്നതിൽ വളരെയേറെ സന്തോഷം. ഭാസ്കരൻ മാഷ്, മയാവതി മാം, ഇന്ദിര മാം, പ്രകാശ്, ഗീതാ പ്രകാശ് മാം, ഹരിദാസ് സാറ് വീഡിയോ ഓൺ ചെയ്ത് വെച്ച പേരാണ് പറഞ്ഞത്. എന്നെ പരിചയപ്പെടുത്തിയ ഗീതാ പ്രകാശ് മാം നിസ്സാരക്കാരിയൊന്നും അല്ല. കേരളം വരുന്ന ജില്ലകളിലെ പല കാര്യങ്ങളിൽ രാഷ്ട്രീയ തലത്തിലായിക്കോട്ടെ സാമൂഹ്യ തലത്തിലായിക്കോട്ടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഒരു സാംസ്കാരിക പ്രവർത്തക കൂടിയാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ലേഡിയാണ്. അതിനോടൊപ്പം എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും എന്തും അകമഴിഞ്ഞ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുക്കാൻ, കയ്യിലുള്ളത് കൊടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വനിതയാണ്. അവരുടെ പ്രവർത്തന മണ്ഡലത്തിന്റെയാണ് അത് അങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ ടൈമില് ഇലക്ഷനൊക്കെ നേരിട്ട ഒരു ധീര വനിതയാണ്. ഒരു ബയോട്ടോറിയത്തിൽ വന്നു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് നല്ല രീതിയിൽ അച്ചീവ്മെന്റ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ വരുമാനം മേടിക്കുന്ന ഒരു ആളും കൂടിയാണ്. ഇതമം പ്രൗഡ് ഓഫ് യു. നിങ്ങളുടെ പ്രായത്തെ അതിമറന്നുകൊണ്ട് ഇവിടെ നിന്ന് വിജയിക്കാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ടോപ്പിക്ക് എന്തായാലും ഗീതാമൻ തന്നെ പറഞ്ഞു. ഡയറക്ഷൻലി മേഖലയിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്. അപ്പൊ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ധാരാളം അറിവുള്ളവര്, ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവര് ഒക്കെയാണ്. പക്ഷേ ചില എന്റെ ഗ്രേറ്റ് ലീഡർ, എന്റെ അപ്ലൈൻ ലീഡർ, എന്റെ സുഹൃത്ത്
എന്റെ ജ്യേഷ്ഠ സഹോദരൻ, ചില സമയത്ത് അനിയനായി നിൽക്കുന്ന വ്യക്തി, എന്റെ പ്രിയ സ്നേഹിതൻ, എന്റെ വഴികാട്ടി എന്നൊക്കെ പറയാം. എന്ത് പറഞ്ഞാൽ എന്റെ അഭിലാഷ് പറയുന്ന ഒരു വാക്കുണ്ട്, ഒരാളും ഒരിക്കലും ഒരു മരത്തിലും ചവിട്ടി വീഴാറില്ല, ആ മരത്തിന്റെ ചില്ലകളിൽ ചവിട്ടിയാണ് അല്ലെങ്കിൽ തട്ടിയാണ് വീഴാറുള്ളത്. യാഥാർത്ഥ്യമാണ്, നമുക്ക് വാക്ക് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം വലിയ മരങ്ങളെ കിടക്കുമ്പോൾ ആ മരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ തടി മറന്നു കിടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. പക്ഷെ അതിന്റെ ചില്ലകളെ നമ്മൾക്ക് കാണാൻ സാധിച്ചു കൊള്ളണം എന്ന് വരില്ല. ആ ചില്ലകളിൽ തട്ടുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ വീഴുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത്, ഒടിവ് ചതവൊക്കെ പോലെ. അപ്പൊ നമ്മളിവിടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കി എടുത്ത് ചെയ്യേണ്ട ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ഒന്നുമല്ല, വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അതിനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒന്ന് ഞാൻ എടുത്ത് പറയും. 1-2 കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നിസ്സാര കാര്യം, നമുക്ക് തോന്നും ഇതെന്താ ഇത്രയേ ഉള്ളോ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണോ ചെയ്യാനുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ ബയോട്രെയിൻ കമ്പനിയുടെ മെയിൻ പില്ലേഴ്സ് ആണ്. ഈ ബയോട്രെയിൻ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണ് നമ്മളെ മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു 60% ആളുകൾക്ക് റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിലൊരു 40% ആളുകൾ ഇതിന്റെ ഇൻകം പ്ലാനിലാണ് അട്രാക്റ്റീവ് ആയിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളെയും മിങ്കിൾ ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ ബയോട്രെയിൻ പ്രൊഡക്റ്റ് അത് എന്താണെന്ന് കൃത്യമായിട്ട് ഉൽപ്പന്നത്തെ കുറിച്ച് നന്നായി പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റ് തെറാപ്പിയുടെ അല്ലെങ്കിൽ ഈ ബയോട്രെയിൻ പ്രൊഡക്റ്റ് മാഗ്നറ്റ് തെറാപ്പിയുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതല്ല എങ്കിൽ അൾട്രാബറി ആയിക്കോട്ടെ, മോർപോറോ ആയിക്കോട്ടെ, ഗീ ആയിക്കോട്ടെ, വരാൻ പോകുന്ന ധാരാളം പ്രൊഡക്റ്റുകൾ ആയിക്കോട്ടെ, എന്ത് തന്നെയാണോ നമ്മൾ ജനങ്ങളോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങളോട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നത്, തീരുമാനിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഗുണമേന്മ, അത് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഗുണങ്ങള്, അത് എത്ര കാലം ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് വേണം ചെയ്യാൻ പറയുന്നതും തെറ്റാണ്. കാരണം നമുക്കറിയാം, നെറ്റ്വർക്ക് മാർക്കറ്റിൽ ഒരാളും പഠിച്ചിട്ടല്ല ഇറങ്ങിത്തിരിക്കുന്നത്. ഡേ ബൈ ഡേ ഉള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഓരോ വ്യക്തികളെ കാണുമ്പോൾ, ഓരോ ലീഡേഴ്സിനോട് കൂടുമ്പോൾ, ഓരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഓട്ടോമാറ്റിക് നമ്മുടെ മുന്നിലേക്ക് ഓരോ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മളോട്ട് വന്നു ചേരും. അതിനെ നമ്മൾ ഉപയോഗിക്കുക, ടൂളായിട്ട് ഉപയോഗിക്കുക. അപ്പൊ അതിന് ഏറ്റവും നല്ല, നമുക്കറിയാം ഈ ബയോട്രെയിൻ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആർജവത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും മറ്റൊരു വ്യക്തിയോട് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമുക്ക് വേണ്ട കൃത്യമായ പരിശീലനം നേടുക എന്നുള്ളതാണ്. പരിശീലനം നേടാൻ നമുക്കറിയാം, പരിശീലനം കിട്ടണമെങ്കിൽ വെറുതെ നമുക്ക് എന്തായാലും ബയോട്രെയിൻ പ്രൊഡക്റ്റ്, എന്ത് തന്നെ പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് ഒരാൾക്കും കൊണ്ടുപോയി കൊടുക്കാൻ സാധ്യമല്ല. അപ്പൊ പരിശീലനം കിട്ടുന്ന കളരിയിലേക്ക് നമ്മൾ ഇറങ്ങണം. അത് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി നടത്തുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, അത് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. ഒരു പ്രോഗ്രാമുകളും നിസ്സാരമായി കാണരുത്. ഓരോ പ്രോഗ്രാമുകളും നമുക്ക് ഒരു അസറ്റായി മാറുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് ആരെടുക്കുന്നു, ആര് പറയുന്നു, അത് എവിടെയാണ് എന്നുള്ളതല്ല, നമുക്ക് സാധിക്കുന്ന എല്ലാവരും എന്ത് സാഹചര്യത്തെ അതിജീവിച്ചിട്ടാണെങ്കിലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മാറ്റി വെച്ചിട്ട് ഓരോ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ട്രെയിനിങ് ഇതിന്റെ ഫ്യൂവലാണ്. ഈ ഒരു യാത്രയിൽ നമുക്ക് ട്രെയിനിങ് ഇതിന്റെ ഫ്യൂവലാണ്. കാരണം നമുക്കറിയാം, ഒരു വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ അതിന് വേണ്ട ഫ്യൂവൽ എന്താണോ ആ ഒരു ഫ്യൂവൽ കൊടുത്താൽ മാത്രമാണ് ആ വണ്ടി നമ്മുടെ കൂടെ പോരുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഓരോ ട്രെയിനിങ്ങുകളും വിലപ്പെട്ടതാണ്. ഓരോ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്ത് ഷാർപ്പൻ ചെയ്ത് അതിനെ കുറിച്ച് കൃത്യമായ അറിവ് നേടിയിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ട്രെയിനിങ്ങുകളും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവണം. പിന്നെ നമുക്കറിയാം, നമ്മുടെ കമ്പനിക്ക് ഒരു 10-12ഓളം വരുന്ന പ്ലാൻ, 10ഓളം വരുന്ന ഇൻകം ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുകൂടി എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ 12 വരുമാന രീതിയാണ് നമുക്ക്
നമുക്ക് അതിനെ വളരെ കൃത്യമായിട്ട് ഈ 10ഉം 12ഉം പ്ലാനൊന്നും നമുക്ക് എല്ലാ വ്യക്തികളോടും പറയണമെന്നുള്ള ആവശ്യമൊന്നും നമ്മുടെ മുന്നിലില്ല. നമ്മൾ ഇതിനെ വളരെ ലളിതമായിട്ട് പഠിക്കാൻ തയ്യാറാവുക. ഇപ്പൊ ഞാനൊക്കെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ട്സിനെ കണ്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു 2, 3, 4 മാക്സിമം 4 കാര്യം വരെ ഞാൻ അവരോട് സംസാരിക്കാറുള്ളൂ. കാരണം ലളിതമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ നമ്മുടെ കൂടെ നിർത്തിയതിനു ശേഷം, നമ്മുടെ ഒരാളായി മാറിയതിനു ശേഷം നമുക്ക് പിന്നീട് അവർക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ അവരെ നമ്മുടെ കൂടെ നിർത്താൻ സാധിക്കും. നമ്മൾ ചെല്ലുന്ന വഴിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഇത്രത്തോളം പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയുണ്ട്. നമുക്കറിയാം, ആട് മാഞ്ചികം തേക്കെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ട് പഠിച്ച് അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കി ഒരുപാട് ആളുകൾ കാശ് പോയിരിക്കുന്ന, നമ്മളിൽ ഒരുപാട് ആളുകളുടെ പൈസ പോയ ഒരു അവസ്ഥയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ചെന്നിട്ട് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്ന സാഹചര്യത്തിൽ അവരെല്ലാവരും നമ്മളെ റിജക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതേസമയം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളിൽ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ നമ്മുടെ കൂടെ നിർത്തി നല്ല രീതിയിൽ വരുമാനം എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സത്യസന്ധത നിലനിർത്തി തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവരായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത്, സത്യസന്ധമായ കാര്യങ്ങൾ വേണം പറഞ്ഞ് ഈ ഉൽപ്പന്നത്തെ കുറിച്ച് എന്താണ് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒന്നും ഇല്ലാത്ത കഥകളൊന്നും നമ്മൾ സംസാരിക്കാൻ തയ്യാറാവരുത്. ഒരു ഇല്ലാത്ത കഥകളും സംസാരിച്ച് കൊടുക്കരുത്. നമുക്കിപ്പോ സത്യസന്ധമായ വിവരങ്ങൾ മാത്രമേ ഇതിനെ കുറിച്ച് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമുക്കറിയാം, ഇതൊരു ബന്ധങ്ങളെ നിലനിർത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ബിസിനസ്സാണ്. ആ ഒരു ബിസിനസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിൽ നമ്മൾ സത്യസന്ധത പുലർത്തിയില്ല എങ്കിൽ നമുക്ക് അതിൽ വളരെയേറെ പ്രയാസം ഉണ്ടാകും. നമുക്ക് മുന്നോട്ടുള്ള ജേർണിയിൽ വളരെ തടസ്സങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സത്യസന്ധത നമ്മുടെ പ്രൊജക്റ്റിനോട് നമ്മുടെ പ്രൊഡക്റ്റിനോട് കീപ്പ് ചെയ്തേ മതിയാവൂ. എക്സാഗ്രേറ്റ് ചെയ്ത് ഒന്നും നമുക്ക് പറയാൻ നിൽക്കേണ്ടതില്ല. അതോടൊപ്പം നമുക്കറിയാം, നമുക്ക് ഇത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരാൾക്കടെ മുന്നിൽ ചെന്നിരുന്ന് നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരെ നമ്മൾ കൂടെ നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമുക്ക് ഇന്ന് തന്നെ കോടീശ്വരനാകാം എന്നുള്ളൊരു കാര്യമൊന്നും പറഞ്ഞു കൊടുക്കരുത്. സ്വിച്ചിട്ട പോലെ വിജയിക്കാൻ പറ്റിയ ബിസിനസ് ഒന്നും അല്ല ഡയറക്ഷനിൽ. അതൊക്കെ വെറും തെറ്റായ ഒരു വിദ്യ മാത്രമാണ്. കാരണം ക്ഷമയോടെ കാത്തിരുന്ന്, ക്ഷമയോടെ സഞ്ചരിച്ച്, ക്ഷമയോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് നാം ഓരോരുത്തർക്കും വിജയിക്കാൻ സാധിക്കുന്നത്. കാരണം ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എതിരെ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലകളെ തടസ്സപ്പെടുത്തുന്ന, നമുക്കറിയാം, നമുക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ക്ഷമ കൈവരിക്കാനും നമ്മളോട് ആരെന്തെല്ലാം പറഞ്ഞാലും അവരെ ഏറ്റവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും ചില കാര്യങ്ങളെ കണ്ണടച്ച് പോകാനും സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവരോട് തിരിച്ച് പറയേണ്ട ഒരവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടാകും. പക്ഷെ നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം നമുക്ക് എപ്പോഴും ഒരു ക്ഷമ കീപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ ഇവിടെ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്തിനും ക്ഷമ വേണമെന്നുള്ളതാണ്. കാരണം ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്വിച്ചിട്ട പോലെയൊന്നും വളരുന്ന ബിസിനസ് ഒന്നുമല്ല. വളരെ ക്ഷമയോടെ കാത്തിരുന്ന് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, ഇറിറ്റേറ്റ് ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ മുന്നോട്ട് സഞ്ചരിക്കാനും വിജയങ്ങൾ കൊയ്യാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരുന്ന് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതിനോടൊപ്പം നമുക്കറിയാം, നല്ലൊരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കണം. നല്ലൊരു ലിസ്റ്റിനെ തയ്യാറാക്കിയിട്ട് ആ ലിസ്റ്റിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ ലിസ്റ്റിനെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ ലിസ്റ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ ലിസ്റ്റിനെ നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അതിനൊരു അപ്ലൈഡർ നിങ്ങളുടെ കൂടെ തയ്യാറാക്കി നിർത്തിയാൽ മാത്രമാണ് ഈ ഒരു അവസരത്തെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആളുകളോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റായ ഒരു വാഗ്ദാനങ്ങളും നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഈ സ്വിച്ച് ഇട്ട പോലെ വളരാൻ പറ്റുന്ന ബിസിനസ് ഒന്നുമല്ല ഡയറക്ട് സെല്ലിംഗ്. പിന്നെ വളരാൻ പറ്റൂലേ? പറ്റും. കാരണം അതിന് നമ്മുടെ മുന്നിൽ തെളിവുണ്ട്. നമ്മുടെ എല്ലാം ഗ്രേറ്റിലൊരു മനോജ് സാറ്, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു പാഷനായിട്ട് അദ്ദേഹം ഇതിനെ എടുക്കുകയും അദ്ദേഹത്തിന്റെ ജീവിത പ്രശ്നങ്ങളെ
അതിജീവിക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരത്തെ ചവിട്ടുപടിയായി മാറ്റിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇതിൽ പെർഫോം ചെയ്യാൻ സാധിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് മനോജ് സാറിനെ പരിചയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് പറയാം, നമ്മുടെ കൂടെ ഒരു ഗ്രേറ്റ് ലീഡർ ഉണ്ട്, അദ്ദേഹം 10 മാസം കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമുക്കും സാധിക്കും. വൻസ് ഒരു വ്യക്തിക്ക് സാധിച്ചുവെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണോ അദ്ദേഹം ചെയ്ത അതേ യാത്രയിലൂടെ അല്ലെങ്കിൽ അതേ കാര്യം ചെയ്ത് നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കും സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ പോലും തെറ്റായ ഒരു വാഗ്ദാനങ്ങളും കൊടുത്ത് നമ്മൾ വലിയ ഹൈപ്പിട്ട് ഒന്നും ചെയ്യരുത്. അതിനോടൊപ്പം ആരെയും നിർബന്ധിച്ച് ഡയറക്ട് മേഖലയിലേക്ക് ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുവരാനും പാടില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിന് ഈ ചില ചെയ്യുന്ന ചില കാര്യങ്ങള് വിളിച്ച് അല്ലെങ്കിൽ അവരെ കണ്ട് വളരെ പ്രയാസപ്പെടുത്തി ശല്യപ്പെടുത്തുന്ന ഒരവസ്ഥ, അത് പാടില്ല. നമ്മൾ അങ്ങനെ നിർബന്ധിച്ച് ശല്യപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അവർ വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ നമുക്കെതിരെ സംസാരിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും. എന്നാൽ നമുക്കിതിന്റെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്ത് ശല്യം ചെയ്യാതെ ഏറ്റവും നല്ല രീതിയിലാണ് നമ്മുടെ കൂടെ അവരെ നിർത്തുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാം, ഈ ബയോടോയിൻ കമ്പനി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ 100 PBയുടെ ബിസിനസ് വെച്ചാൽ പെയർ മാച്ച് വെച്ച് കഴിഞ്ഞാൽ 15,000 രൂപ റൗണ്ട് നമുക്ക് പറയാൻ പറ്റും. 15,000 രൂപ കിട്ടുന്ന ലോകത്തിൽ വേറൊരു കമ്പനി ഇല്ല. പക്ഷെ ഇതിന്റെ വാല്യൂ നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മള് കസ്തൂരി അന്വേഷിച്ച് പോകുന്നത് പോലെയാണ് നമ്മുടെ അവസ്ഥ. അതാണ് കസ്തൂരി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കസ്തൂരി നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ മാനിന്റെ ശരീരത്തിൽ തന്നെ കസ്തൂരി ഉണ്ട്. പക്ഷെ അതിന് മണം ഭവിക്കുന്നത്, മണം കിട്ടുന്നത് മറ്റേതോ ഭാഗത്താണെന്നുള്ള ഇതിൽ അത് സഞ്ചരിക്കണം എന്ന് പറഞ്ഞതുപോലെ ബയോട്ടോറി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ആരുടെ കയ്യിൽ എന്തോ കിട്ടിയത് മാതിരിയാണ് നമ്മൾ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്ത് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിലോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. നമ്മൾ പോകുന്നത് നമ്മളെ എപ്പോ വേണ്ടെങ്കിലും നോ പറയാൻ പറ്റുന്ന, നമ്മളെ എപ്പോ വേണം റിജക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ആളുകളിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്കിതില് ഈ ഒരു ബയോട്ടോറിയം എന്ന ഈ ഒരു കൺസെപ്റ്റ് സക്സസ് ആവാൻ വൈകുന്നത്. പക്ഷെ വന്നവരെല്ലാം ദൈവഭാഗ്യമുള്ളവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ വൺസ് ഡെഫിനറ്റ്ലി സക്സസ് ആയിരിക്കും, ഒരു തർക്കമില്ല. പക്ഷേ ഇതില് നമ്മൾ അതിന് വേണ്ടപ്പെട്ട നല്ല നല്ല വ്യക്തികളിലോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം, നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പിഴവുകൾ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കിയെടുത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമ്മളിലോട്ട് ആളുകൾ ആകർഷിക്കുള്ളൂ. നമ്മളൊരു പൂവായി മാറുക എന്നുള്ളതാണ്. പൂവിലേക്ക് വണ്ടുകൾ തേൻ നുകരാൻ വരുന്നത് പോലെ നമ്മളൊരു പൂവായി മാറിക്കഴിഞ്ഞാൽ നല്ല നല്ല ആളുകൾ നമ്മളിലോട്ട് വന്നുകൊണ്ടിരിക്കും. തർക്കമില്ല. കാരണം നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് നമ്മളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മുടെ കൂടെ നിർത്തി അവർക്ക് വരുമാനം മേടിച്ചു കൊടുത്ത് അവരെ പ്രയാസപ്പെടുത്താത്ത രീതിയിൽ, അധികം നിർബന്ധിക്കാത്ത രീതിയിൽ, ശല്യം ചെയ്യാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡെഫിനറ്റ്ലി നമുക്കും അവർക്കും വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ വൈകാരികത രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. നമുക്കറിയാം നമ്മുടെ പല കാറ്റഗറി, ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചു വെക്കാൻ നമുക്കറിയാൻ പറ്റും 5 വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ വിരലുകൾ നിൽക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ. വീട്ടിൽ 2, 3, 4, 5, 6 ആളുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നവരും വ്യത്യസ്ത പ്രവർത്തികൾ ചെയ്യുന്നവരാണ്. ഇവരെല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിലൊരിത്തിരി റിസ്ക് ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും ശല്യം ചെയ്യാതെ, ആരെയും മോശമാക്കാതെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൂടെ നിർത്തുമ്പോഴാണ് നമുക്കും അവർക്കും വിജയിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ജേക്കബ് സാറൊക്കെ അതിനൊക്കെ നല്ല ആപ്റ്റായ ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് മേഖലയിലുള്ള അദ്ദേഹമൊക്കെ ഈ ഒരു ഇൻഷുറൻസ് മേഖല ഏറ്റെടുത്ത സമയത്ത് ചത്താൽ മാത്രമല്ല കാശ് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നെഗറ്റീവ് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിനെ ഏറ്റെടുത്തത്. അതിൽ പെർഫോം ചെയ്തൊരു വ്യക്തി. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ലീഡറാണ് ജേക്കബ് സാറ് കളിപ്പറമ്പ്. അപ്പൊ അതേ രീതിയിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും. നമ്മുടെ മുന്നിലുള്ള ഓരോ ലീഡേഴ്സിന്റെയും പ്രവർത്തി പദങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ
കാണാൻ സാധിക്കും. അവര് ചെയ്യുന്നത് എന്താണോ അതിനെ നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒരു എക്സ്ട്രാ വഴികളും എക്സ്ട്രാ കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട. ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടി ഡയറക്ട് സെല്ലിംഗിൽ ലീഡേഴ്സ് സഞ്ചരിക്കുന്ന അതേ വഴിയിലൂടെ. കാരണം ഇന്നിപ്പോ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി മറ്റ് കമ്പനികളിൽ നിന്ന് ചെയ്യാതെ ഏറ്റവും ആദ്യമായിട്ട് ഇന്ന് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹം പുതിയ വഴികളൊന്നും ഇവിടെ വെട്ടേണ്ടതില്ല. നമുക്കറിയാം പുതിയ വഴികൾ ആര് വെട്ടാൻ പോകുന്നോ അവരെല്ലാം ഇടയ്ക്ക് ഇറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ മുന്നിലുള്ള ലീഡേഴ്സ് അവര് ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചവരാണ്, ഒരുപാട് നോകളെ കേട്ടവരാണ്, ഒരുപാട് റിജക്ഷനുകളെ സ്വീകരിച്ചവരാണ്. ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറായപ്പോൾ മാത്രമാണ് അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലെ ലീഡേഴ്സ്, നമ്മുടെ അപ്പലെ ലീഡേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഏത് ലീഡറാണോ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നത് ആ ലീഡർ പറയുന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കൃത്യമായ വഴികളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള കാര്യത്തില് യാതൊരുവിധ തർക്കമില്ല. പിന്നെ നമുക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം നമ്മൾ നെറ്റ്വർക്കിലേക്ക് ഇറങ്ങി കുറച്ച് സഞ്ചരിച്ചു കഴിയുമ്പോൾ ഇത് ഞാൻ കേട്ടതല്ലേ, ഇത് ഞാൻ എടുത്തതല്ലേ, ഞാൻ ഇത് വന്നതല്ലേ, ഇനി ഞാൻ എന്തിനാ ഈ ട്രെയിനിങ്ങിന് വരുന്നത്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മുടെ യാത്രയിൽ കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മളെല്ലാവരും ചർച്ചിൽ പോകുന്നവരാണ്, അമ്പലത്തിൽ പോകുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്. അവിടെ ഒരുപാട് പ്രാർത്ഥന കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുന്ന പറഞ്ഞ പോലെ നമ്മുടെ കാരണവന്മാർ തമ്മിൽ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രാർത്ഥന വചനങ്ങള് നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്, നാളെയും കേൾക്കും, മറ്റന്നാളും കേൾക്കും, ലോകാവസാനം വരെ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ കയറി നിന്നിട്ട് അച്ഛ അല്ലെങ്കിൽ സ്വാമി അല്ലെങ്കിൽ ഉസ്താദ്, അതെ എല്ലാരെ ഞങ്ങളിത് കേട്ട് മടുത്തു, ഇതൊന്നും മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പറയാമെന്ന് ചോദിക്കാൻ നമുക്ക് ആർക്കും ഒരവകാശവും ഇല്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് നെറ്റ്വർക്കിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഷാർപ്പൻ ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും കേട്ട് പഠിച്ച് മനസ്സിലാക്കി എടുത്ത് മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് കേട്ടതാണ്, ആ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തതാണ്, ആ വ്യക്തിയുടെ പ്രോഗ്രാം ഞാൻ കേട്ടതാണ്, ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയാം, ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ള ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ ആ ഒരു എനിക്കെല്ലാം അറിയാം എന്ന ആ ഒരു മനോഭാവം, അത് നമ്മളെ എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് എപ്പോഴും നമ്മളെ തകർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകുള്ളൂ. കാരണം നമ്മൾ ഇനിയും പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത് മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. ഇനിയും എനിക്ക് ഉയരാനുണ്ട്, ഇനിയും എനിക്ക് മനസ്സിലാക്കുവാനുണ്ട്, ഇനിയും ഓരോന്നും എനിക്ക് കിട്ടാനുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത് മാത്രമാണ് നമുക്ക് ഒരിക്കലും ഒരു യാത്രയും അവസാനിക്കുന്നില്ല. പണ്ട് ആരോ പറഞ്ഞതുപോലെ കടലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കടലിലെ വെള്ളം വറ്റി തീർന്നാലും നിങ്ങൾക്ക് പഠിച്ചു തീരാൻ പറ്റില്ല എന്നുള്ളതാണ്. കടലിൽ എത്രമാത്രം വെള്ളമുണ്ടെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെയാണ് ഡയറക്ട് സെല്ലിങ്. എത്ര വലിയ ലീഡറായി സഞ്ചരിക്കുന്ന സാഹചര്യത്തിലും, എത്ര വലിയ മോട്ടിവേറ്റർ ആണെങ്കിലും, എത്ര വലിയ പ്രസന്റർ ആണെങ്കിലും അദ്ദേഹത്തിനൊന്നും ഒരു സമയത്തും പഠിച്ചു തീരില്ല. ഇന്നിപ്പോ നമുക്ക് ഇപ്പൊ എഐയും പോലെ ജെമിനി പോലെ ആപ്പുകളുണ്ട്. നമ്മൾ നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയം, ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ. അപ്പൊ അതുകൊണ്ട് ഒരു പഠനവും അത് ഒരു സ്ഥലത്തും അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്ര തന്നെ പഠിച്ചാലും തീരാത്ത ഒരു സബ്ജക്റ്റാണ് നെറ്റ്വർക്ക്. ഒരുപാട് എല്ലാ സബ്ജക്റ്റും അതിനോടൊപ്പം നെറ്റ്വർക്ക്, നമ്മൾ ഇറങ്ങി തിരിച്ച് നെറ്റ്വർക്കിലായതുകൊണ്ട് നെറ്റ്വർക്കിനെ കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ. അതുകൊണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, ഇവിടെ പ്രായം വെറും ഡിജിറ്റൽ സംഖ്യ മാത്രമാണ് നെറ്റ്വർക്കിൽ. കാരണം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു ടീമിനെ കീപ്പ് ചെയ്യാൻ സാധിച്ച്, നമ്മൾ നല്ലൊരു ടീമിനെ വെറുപ്പിക്കാതെ സ്നേഹത്തോടെ നമ്മുടെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കായും അപ്പുറം ലെവലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും, നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ നമുക്കറിയാം, നമുക്കൊരു നമ്മുടെ ലൈഫിൽ ഒരു 35 40 വർഷം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു 5 വർഷം മാക്സിമം, ഏറ്റവും കൂടിയ ഒരു 5 വർഷം മാത്രമേ നെറ്റ്വർക്ക് ചെയ്യാൻ പാടുള്ളൂ. 5 വർഷം ചെയ്തിട്ട് ബാക്കി ഡെട്രിമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒരു 5 വർഷം വളരെ ഡെഡിക്കേറ്റോടു കൂടി, വളരെ ആർജവത്തോടു കൂടി, വളരെ ഉത്സാഹത്തോടു കൂടി നെറ്റ്വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് വിജയിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ വിജയിക്കാൻ സാധിക്കാത്ത
ഒന്ന് രണ്ട് കാര്യം ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ നെറ്റ്വർക്ക് എടുത്തിട്ട് ചെയ്യുന്നത് നെറ്റ്വർക്കാണ് എന്നാൽ നമുക്കറിയാം. എന്നാൽ പോലും അതിന്റെ ഇടയിൽ പല പല കാര്യങ്ങളിലോട്ട് പോയി സമയം. അപ്പൊ എത്ര നേരം ഞാൻ ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ചിലർ പറയുന്ന ഒരു അവസ്ഥ കാര്യമുണ്ട്. ഞാൻ 3 വർഷമായി, 5 വർഷമായി, 2 വർഷമായി ബയോടൂറിയം ചെയ്തെന്ന് പറയുമ്പോൾ, ഈ 2 വർഷത്തിൽ നീ എത്ര ടൈം, എത്ര മണിക്കൂർ ബയോടൂറിയത്തിന് വേണ്ടി മാറ്റി വെച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം 24 മണിക്കൂറിൽ എത്ര പേരോട് ബയോടൂറിയത്തെ കുറിച്ച്, ഇന്നലെ എത്ര പേരോട് ബയോടൂറിയത്തിനെ കുറിച്ച് സംസാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വന്ന ഡേറ്റും പറയും. പക്ഷെ ഇന്നലെ ഒരു മനുഷ്യനോട് സംസാരിക്കാത്ത വ്യക്തികളും ബയോടൂറിയത്തിൽ ഞാൻ ഇത്ര നാളായി വന്നിട്ട് എന്നുള്ളൊരു ഡേറ്റ് പറയും. നമുക്കറിയാം ബയോടൂറിയത്തിൽ വന്ന ഡേറ്റ് അല്ല നമുക്ക് വേണ്ടത്, ബയോടൂറിയത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അത് എത്ര ടൈം ചെയ്തു, അതിന്റെ റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് വർഷത്തിന്റെ കണക്ക് നമുക്ക് ജസ്റ്റ് പറയാം. ഞാൻ ഇത്ര നാളായി ഐ ഡി വെച്ചിട്ട്, ഇത്ര നാളായി സഞ്ചരിക്കുന്നു, ഇത്ര നാളായി ഇതിൽ നിന്ന് പറയുമ്പോഴും നമ്മൾ ബയോടൂറിയത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സമയം വളരെ വിരളമാണ്. ആ ടൈമിങ്ങിന്റെ വിജയം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതാണ് നമുക്ക് അറിയാം. നമ്മൾ പറയുന്ന ഒരു 5 വർഷം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം ബയോടൂറിയത്തിന് പറയുമ്പോൾ, 5 വർഷം നമ്മൾ എണ്ണി നോക്കി എടുത്തിട്ട് കാര്യമില്ല. 5 വർഷത്തിൽ 5 വർഷം ബയോടൂറിയത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ കേവലം ഒരു 1-2 മണിക്കൂർ ഒക്കെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എത്ര വർഷം വേണ്ടി വരും ബയോടൂറിയത്തിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി. അപ്പൊ നമുക്കറിയാം 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. ഈ ഒരു 24 മണിക്കൂറിനെ 5 വർഷത്തേക്ക് ആക്കണം. അപ്പൊ ചിലപ്പോൾ ഒരു 10 വർഷമോ 20 വർഷമോ ബയോടൂറിയത്തിൽ നിന്നു എന്ന് പറഞ്ഞാലും വിജയിക്കാൻ സാധിക്കില്ല. 5 വർഷം മിനിമം 1000 ദിവസത്തെ എഫേർട്ടിങ്ങിലൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ 1000 ദിവസം നമ്മൾ വന്ന കണക്കല്ല പറയേണ്ടത്, 1000 ദിവസം പണിയെടുക്കുന്നവരായി മാറണം. അപ്പൊ 1000 ദിവസം പണിയെടുക്കണമെങ്കിൽ മിനിമം ചിലപ്പോൾ ഒരു 10 വർഷം സഞ്ചരിക്കേണ്ടി വരും. അത് ഓരോരുത്തർ മനസ്സിലാക്കി എടുത്ത് ചെയ്യേണ്ട രീതികളാണ്. അങ്ങനെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിജയം നമ്മുടെ കൈകളിലിട്ട് വരുമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് പോരായ്മകൾ ഈ സംസാരിക്കുന്ന എനിക്കുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എന്റെ മുന്നിലിരിക്കുന്നവർക്ക് അത്ര പോരായ്മകളൊന്നും ഉണ്ടായിക്കൊള്ളും നിർബന്ധമൊന്നുമില്ല. കാരണം എല്ലാവരും ഒരുവിധം അറിവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ പോരായ്മകൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ പോരായ്മകളൊന്നും നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ ടീമിലായിരിക്കരുത് എന്നുള്ളൊരു കാര്യം അടിവരയിട്ട കേസാണ്. ആര് നമ്മുടെ ടീമിനോട്, നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനോട്, ലീഡേഴ്സിന്റെ ആയിക്കോട്ടെ, പ്രൊഡക്റ്റിന്റെ ആയിക്കോട്ടെ, പ്രൊജക്റ്റിന്റെ ആയിക്കോട്ടെ, വാട്ടവർ എന്ത് തന്നെ ആയാലും ഒരു നെഗറ്റീവ് ഒരു തൊള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ടീം ഇല്ലാതായി പോകും. ഒരു തർക്കമില്ല. കാരണം നമുക്ക് എന്തെല്ലാം പരാതികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ യാത്രയിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ സംസാരിക്കേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുന്ന അപ്ലൈൻ ലീഡറിനോട്. അതല്ല എങ്കിൽ അദ്ദേഹത്തിലൂടെ പരിഹാരം കിട്ടുന്നില്ല എങ്കിൽ അതിനപ്പുറം മുകളിലൂടെ ലീഡേഴ്സ് ഉണ്ട്. ലീഡേഴ്സ് ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ലീഡേഴ്സ് ആയിട്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഡേറ്റാ സെല്ലിംഗിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഏതൊരാള് ലീഡേഴ്സിനെ വിട്ടിട്ട് ടീമിലുള്ള വ്യക്തികളോട് പരിഹാരം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ടീമിലുള്ള വ്യക്തികളോട് പരിഹാരം തേടി അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നു, ആ ടീമുകളെല്ലാം ഇന്ന് നാമവശേഷമായി പോയിട്ടുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമ്മൾ ആരും ഒന്നും തികഞ്ഞവരല്ല. നമുക്ക് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ നമ്മൾ പരിഹാരം കാണേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുന്ന ലീഡേഴ്സിനോട് സംസാരിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ, ഇന്ന മേഖലയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, അത് ഇന്ന ലീഡറിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയിൽ നിന്നാണ്, അതിനെ നമുക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്ന ഒരു ഹെൽത്തി ടോക്കിലൂടെ മാത്രമാണ് നമുക്ക് ഇതിനെയെല്ലാം പരിഹരിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ പരിഹരിച്ചു പോകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇവിടെ കൂട്ടമായിട്ട് നിന്ന് ഒരുമിച്ച് വിജയിക്കാനും സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചാണ് നമ്മൾ ഇതിലെല്ലാം കടന്നു വരുന്നത്. ആ പ്രതീക്ഷകളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറിപ്പോകുന്ന ഒരവസ്ഥ നമുക്ക് സംജാതമാകും. അതിൽ തർക്കമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് എന്ത് പറയണം എന്ത് പറയരുത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ തർക്കമില്ല. അതല്ല എങ്കിൽ പിന്നീടുള്ള യാത്രയിൽ നമ്മളെ വെറുക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം അവരെ നമ്മൾ ആ മുഖങ്ങൾ കാണേണ്ടി വരും. പിന്നെ മുന്നോട്ടുള്ള യാത്ര നമുക്ക് പ്രയാസമാകും. കാരണം നമ്മൾ നോക്കിയാൽ കുഴപ്പം, നമ്മൾ അടുത്ത് ചെന്നാൽ കുഴപ്പം, നമ്മൾ എടുത്താൽ അങ്ങനെ എല്ലാം പ്രശ്നമായി മാറുന്ന
അവസരത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആരാണോ നമുക്കെതിരെ സംസാരിക്കുന്നത് അവരെ ഓട്ടോമാറ്റിക് ഒന്നെങ്കിൽ പ്രകൃതി ഒഴിവാക്കി കളയും, അതല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കി കളയും. അങ്ങനെ വരുമ്പോഴും നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ആർക്കാണോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉള്ളത് അത് അപ്ലൈൻ ലീഡറുമായിട്ടോ അതല്ലെങ്കിൽ അതിന്റെ മുകളിലെ ലീഡറായിട്ടോ ഏത് ലീഡറായിട്ടാണെങ്കിലും സംസാരിച്ച് പരിഹരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും മാറാൻ തയ്യാറായില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഓൾവേസ് പോസിറ്റീവ്, എനി ടൈം. നമുക്ക് ചീത്ത പറയേണ്ട, നമുക്ക് വഴക്ക് പറയേണ്ട, തല്ല് പിടിക്കേണ്ട പല സാഹചര്യങ്ങളും നമ്മുടെ പല വ്യക്തികളിൽ നിന്നും വന്നാൽ പോലും അതിനെയെല്ലാം വളരെ ക്രിയാത്മകമായ രീതിയിൽ മനസ്സിലാക്കി എടുത്തുകൊണ്ട് വളരെ സിമ്പിളായി എടുത്തുകൊണ്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുത്ത് കൂടെ നിർത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ നമ്മൾ എതിരിടാൻ നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സക്സസ് വൈകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കി എടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ബിസിനസ്സിൽ ഒരു കാരണവശാലും അതിന് എത്തിക്സ് നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യരുത്. നമുക്കറിയാം, നമുക്ക് കൊടുക്കാൻ പറ്റാത്ത മോഹന വാഗ്ദാനങ്ങളൊന്നും. നമ്മൾ ഈ മാഗതെറാപ്പിയുടെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ചിലർ പറയുന്ന ഒരു വാക്കുകളുണ്ട്, നിങ്ങളുടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും, നിങ്ങൾ എന്തെല്ലാം രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും, നമുക്കറിയാം ഇവിടെ വലിയ വലിയ ഹോസ്പിറ്റലുകളുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ചികിത്സിക്കാൻ പറ്റിയ ആളുകളുണ്ട്, ഇല്ല എങ്കിൽ പൈസ ഉണ്ടാക്കി ചികിത്സിക്കുന്നവരുണ്ട്. ആ ക്യാഷ് എണ്ണി മേടിച്ച് ഒപ്പിട്ട് മേടിച്ച് ആ ഡോക്ടേഴ്സ് പോലും പറയാറില്ല നിങ്ങൾക്ക് ഈ രോഗിയെ എല്ലാ രോഗങ്ങളും മാറ്റി വളരെ കൃത്യമായിട്ട് ആരോഗ്യവാനാക്കി ആരോഗ്യവതിയാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തന്നേക്കാമെന്ന്. അവർ ഒപ്പിട്ട് മേടിക്കുമ്പോഴും അവർ പറയുന്നത് ദൈവത്തിനോട് പ്രാർത്ഥിക്ക്, ഞങ്ങളുടെ കയ്യിലല്ല കാര്യങ്ങൾ, എല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചോളാനാ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല എന്താവുമെന്ന്. ആ സാഹചര്യം അവര് അതേ രീതിയിൽ പച്ച മലയാളത്തില് നമ്മളോട് പറയുമ്പോൾ എന്തിനു നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതുകൊണ്ട് പരിഹരിക്കുമെന്ന് പറയുന്നു. അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് കേവലം ഒരു സെയിലിന് വേണ്ടി നമ്മൾ ആ കാര്യം പറയുമ്പോൾ പിന്നീട് നമ്മൾ അനുഭവിക്കുന്ന, നമ്മളോട് വരാനിരിക്കുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കുന്നു, ബ്ലഡിന് ആവശ്യമായ ഓക്സിജൻ നൽകുന്നു. ഇത് രണ്ടും ഒരു ഹ്യൂമൻ ബോഡിക്ക് കിട്ടുമ്പോൾ ആ ബോഡി കറക്റ്റ് ആവും. ഇത് ഒരു രോഗത്തിനുമുള്ള മരുന്നല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നതാണ്. അതല്ല എങ്കിൽ നാളുകളിലേക്ക് നമുക്ക് പല ബുദ്ധിമുട്ടുകളും വരും. കാരണം പല മേഖലകളിലും നമ്മുടെ സുഹൃത്തുക്കൾ കൊണ്ടുപോയി കൊടുത്തിട്ട്, നമ്മുടെ പാർട്ട്നേഴ്സ് കൊടുത്തിട്ട് ആ മേഖലയിൽ ലീഡേഴ്സ് ഇടപെടേണ്ട പല അവസ്ഥകളും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് അടിവരയിട്ട് പറഞ്ഞത്. നിങ്ങളുടെ എല്ലാ രോഗവും ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്നല്ല പറയേണ്ടത്. നിങ്ങളുടെ കുറെ അധികം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ്, ഇതൊരു പ്രൊട്ടക്ഷൻ ആണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ സാധിക്കും, പെറുക്കി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇതിന് ഞാനും അഭിലാഷിയൊക്കെ ചെയ്ത ബിസിനസ് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 86,000 രൂപയുടെ ഫ്രെയിം പ്ലാൻ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്നത് 2,000 രൂപയാണ്, 3,000 രൂപയാണ്, 2,700 രൂപ ടാക്സ് കട്ട് ചെയ്തിട്ട്. അത് കിട്ടാൻ വേണ്ടി 86,000 രൂപയുടെ ബിസിനസ് എടുത്ത ഞങ്ങളെ സംബന്ധിച്ച് ഇത് വെറും പുഷ്പം പോലെ എടുക്കാൻ പറ്റിയ കാര്യം, മുല്ലപ്പൂ എടുക്കുന്നത് പോലെ. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കറിയാം വളരെ കൃത്യമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ്, ഇതില് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് സഞ്ചരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് ബന്ധങ്ങളെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇവിടെ സക്സസ് ആവാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നമുക്കറിയാം, ഒറ്റയടിക്ക് ഇപ്പൊ നമ്മളൊരു പയർ വിത്ത് കൊണ്ടുപോയി മണ്ണിലോട്ട് വച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ അത് മുളച്ച് പൊന്തി നമുക്ക് അതിന്റെ ഫലങ്ങൾ തരാറില്ല. അത് നമ്മൾ മണ്ണിളക്കി ആ മണ്ണിൽ അത് നട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ച് അത് മണ്ണൊക്കെ ഇളകി പതുക്കെ അതൊരു കൂമ്പ് പുറത്ത് വന്ന് അതൊന്ന് പടർന്ന് പന്തലിച്ച് വരാനുള്ള സമയം എടുക്കും. ആ ഒരു സമയം വരെ നമ്മൾ നനയ്ക്കുക, അതിനെ പരിപാലിക്കുക, അതിന് വേണ്ട വളങ്ങൾ കൊടുക്കുക, അങ്ങനെ വളർത്തി അതൊന്ന് പടർന്ന് പന്തലിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കായ്കനികൾ തരും. നമുക്ക് കറി വെക്കാനുള്ള അത്യാവശ്യ വിത്തുകളൊക്കെ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഇതേ രീതിയിൽ തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ്. ഒറ്റയടിക്കൊന്നും ഒന്നും ആവുന്ന ഒരു അവസ്ഥയല്ല. പക്ഷേ എല്ലാം ഒരു സമയത്ത് ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും നമ്മുടെ മുന്നിലില്ല. കാരണം ഡയറക്ട് സെല്ലിംഗിൽ വിജയിച്ച ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ലക്ഷങ്ങളും കോടികൾക്ക് മേലെ കോടികളും മേടിച്ച ഒരുപാട് വ്യക്തികളെ കാണാൻ നമുക്ക് സാധിക്കും. പക്ഷേ ബയോടോർച്ചിൽ വന്നിട്ട് നമ്മൾ വർഷങ്ങളുടെ കഥ പറയുമ്പോഴും എന്തുകൊണ്ട് നമ്മൾ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ, ആദ്യം നമ്മൾ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടെ നേരെ 3-4 വിരലുകൾ നമ്മുടെ നേരെ നിൽക്കുന്ന സാഹചര്യത്തിൽ
നമ്മൾ നമ്മളോട് ചോദിക്കുക, എന്താണ് എനിക്ക് സംഭവിച്ചത്, എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്, എന്താണ് എനിക്ക് തെറ്റുപറ്റിയത്. അങ്ങനെ നമ്മൾ സ്വയം ഓരോ വ്യക്തികളോടും നമ്മൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇനി ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി എടുത്തു എന്നാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും? നമ്മൾ എന്നാലും സാധിക്കില്ല. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതോ മോശമാക്കുന്നതോ അല്ല. നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നവരാണ്, വളരെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല. കാരണം വേറൊന്നല്ല, നമ്മുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആക്കിയിട്ടില്ല. നമ്മുടെ മനോഭാവം കറക്റ്റ് ആവാതെ ഒരു രീതിയിലും എന്തെല്ലാം പഠിച്ചിട്ടും എന്തെല്ലാം മനസ്സിലാക്കി എടുത്തിട്ടും എന്തെല്ലാം ചെയ്തിട്ടും എന്തെല്ലാം ചെയ്താലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾക്ക് ഇതില് ഒരു അതിയായ ഒരു എന്താ പറയാ, ഒരു എന്തോസിയാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒരു ത്വര വേണം ഇതിനോട്. കാരണം ഇതിനോട് ഒരു എനിക്കിത് നേടണം, ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇനിയും എന്റെ മുന്നിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് സഞ്ചരിക്കാതെ എന്റെ മുന്നിൽ കിട്ടിയതായ ഈ ഒരു അവസരത്തെ ഓരോ ചവിട്ടുപടിയായി കണ്ടുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്റെ കയ്യിൽ കിട്ടിയെന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. വിശ്വാസത്തിന്റെ കുറവുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രായഭേദമന്യേ, ഇവിടെ നമുക്കറിയാം പ്രായമൊന്നും ഒരു വിഷയമുള്ള കേസല്ല. മഹാരാഷ്ട്രയില് കോടിക്കണക്കിന് രൂപ മേടിച്ചവരൊന്നും ചെറുപ്പക്കാരൊന്നും അല്ല, അതിനോടൊപ്പം വലിയ കഴിവുള്ളവരൊന്നുമല്ല. അത് അവർ സഞ്ചരിക്കാൻ തയ്യാറായി, അവരത് ഏറ്റെടുക്കാൻ തയ്യാറായി. അവരുടെ മനോഭാവം അതിനുവേണ്ടി അവർ കറക്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അവരിലേക്ക് വേണ്ട ആളുകൾ വന്നു ചേർന്ന് ഓരോരുത്തർക്കും വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഇവിടെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്കെതിരെ സംസാരിക്കുന്നവരെ അവര് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരാളെ നമുക്ക് തിരുത്താൻ പറ്റില്ല, കാരണം പലരും പല കാറ്റഗറി ആളുകളാണ്. സംസാരിക്കുന്നവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ ലക്ഷ്യം വലുതാണ് എങ്കിൽ നമ്മൾ ഒരു സംസാരത്തിന് പുറകെ പോയി നമ്മുടെ സമയം കളയില്ല. നമുക്ക് പരിധിനെ പോലെ പറന്നുയർന്ന ഒരു കഴുകന്റെ ചിന്തയിലൂടെ, അല്ലെങ്കിൽ കഴുകൻ പറക്കുന്നത് പോലെ, കഴുകൻ റാഞ്ചുന്നത് പോലെ നമുക്ക് ആകാശത്തിന്റെ ഉളയിലോട്ട് പോകണം എന്നുള്ള ചിന്ത നമുക്ക് ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ കോഴിക്കോടിന്റെ ആ ചുറ്റുവട്ടത്ത് നിന്നുള്ള ആ ഒരു കൂട്ട് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന, നമ്മുടെ പരാജയത്തെ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തികളായിട്ട് ആ ഒരു കോഴിക്കോടിന്റെ ചുറ്റിനുമുള്ള ആ ഒരു കൂട്ടായ്മയെ നമ്മൾ ആ ഒരു വലയത്തെ ഭേദിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അവിടെ നിന്നും മാറാൻ സാധിക്കുന്നില്ല എന്നല്ല, നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ആ വ്യക്തികളിൽ നിന്നും അകന്നു മാറി ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ ഒരു ലെവലിലേക്ക്, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വിജയത്തിന്റെ പറുദീസയിലേക്ക് എനിക്ക് വിജയിക്കണം എന്ന ഒരു അതിയായ ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഉയരാൻ സാധിക്കില്ല. നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതാര് തന്നെ ആയാലും അവരെ റിജക്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരിക എന്നുള്ള, അവരെ മാറ്റി നിർത്താൻ തയ്യാറല്ലാത്തടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകും. അവിടെ ബന്ധങ്ങൾക്കൊന്നും വിലയില്ല. ഞാൻ ബന്ധങ്ങൾ വേണ്ട എന്നോ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തണോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് അവർക്ക് ഇതിലൊന്നും യോഗമില്ല എന്ന് മനസ്സിലാക്കി എടുത്തിട്ട് നമ്മളൊന്ന് മാറി ചിന്തിക്കുന്ന, വേറിട്ട ചിന്തയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയായി മാറാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് വിജയം നമ്മുടെ കൈകളിലോട്ട് വരുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അങ്ങനെ വിജയിച്ചവർ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ പരാജയത്തെ മാത്രം കണ്ട് പേടിച്ച് പരാജയപ്പെട്ടു പോകുമ്പോൾ എന്നുള്ള ചിന്ത മാത്രം നമ്മുടെ ഉള്ളിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ സാധിക്കാത്തത്. കാരണം ഇപ്പൊ നമുക്ക് ഏതൊരു വിഷയം ചെയ്യുമ്പോഴും നമുക്ക് പേടിയാണ്. അയ്യോ, ഞാൻ തോറ്റു പോകുമോ, ഞാൻ ചെയ്താൽ ശരിയാവുമോ, അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് പറയും, അവര് മാറ്റി നിർത്തുമോ, ഇതൊന്നുമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാതെ എനിക്കിതൊരു അവസരമാണ്, ഈ അവസരത്തെ തടയിടാൻ ഒരുപാട് വ്യക്തികൾ എനിക്കെതിരെ പല ഹമ്പായിട്ടും പല കൊമ്പായിട്ടും പല കല്ലായിട്ടും പല രീതിയിൽ വാക്കുകളായിട്ടും വാക്കത്തിയായിട്ടും പല രീതിയിൽ നമുക്ക് എതിരെ വരും. അതിന് പല ആരോപണങ്ങളും നമ്മളോട് ഉന്നയിക്കും. കാരണം സക്സസിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്ന സാധ്യത നമ്മളെ വരിഞ്ഞു മുറുക്കും. നമുക്ക് ഒരു വഴികളും ഇല്ലാത്ത രീതിയിൽ നമ്മളെ അടച്ചു കളയും. ഒരു രീതിയിൽ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ വരിഞ്ഞു മുറുക്കി കളയും. സക്സസിന്റെ ആ ഒരു പടിയിലോട്ട് കടക്കുന്ന സമയം നമുക്ക്
എങ്ങനെ ഇതിനെ വിച്ഛേദിച്ചുകൊണ്ട് ഭേദിച്ച് മുന്നോട്ട് സഞ്ചരിക്കണം എന്ന ഒരു അറിവും ഇല്ലാത്തവണ്ണം നമ്മൾ അത്രമാത്രം, കാരണം ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ വഴികളില്ലാത്ത രീതിയിൽ സക്സസിന്റെ പാതയിലേക്ക് കടക്കുന്ന ആ ഒരു നിമിഷം നമ്മളെ വരിഞ്ഞു മുറുക്കും. വേലിച്ചങ്ങലകൾക്കുള്ളിൽ, നമ്മളെ മുള്ളുചെടികൾക്കുള്ളിൽ നമ്മളെ വരിഞ്ഞു മുറുക്കിയിട്ട് ഒരു വഴിയില്ലാത്ത രീതിയിൽ നമ്മൾ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ വരും. അവിടെ നമ്മൾ പരാജിതനായി നിൽക്കാതെ, അവിടെ നമ്മൾ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇതിലൂടെ എനിക്ക് ജീവിച്ചേ മതിയാകൂ, ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു കൺസെപ്റ്റിലൂടെ എനിക്ക് ഉയർന്നേ മതിയാകൂ, എന്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്ക്, എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു അത്താണിയായിട്ട് ഞാനുള്ളൂ, ഇതിലൂടെ എനിക്ക് വിജയിക്കണം എന്നൊരു അതിയായ ആഗ്രഹവും ഒരു ത്വരയും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു ലെവലിലേക്കും, ഏതൊരു പ്രതിസന്ധികളെയും ഏതൊരു പ്രതിബന്ധങ്ങളെയും എത്ര മുള്ളു വേലികൾക്കുള്ളിൽ നമ്മളെ തളച്ചിടാൻ ശ്രമിച്ചാൽ പോലും നമ്മുടെ മാനസികാവസ്ഥ അതിനുവേണ്ടി തയ്യാറാണ് എങ്കിൽ, നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ എല്ലാ വേലിക്കെട്ടുകളെയും തച്ചുടച്ചുകൊണ്ട് തട്ടിമാറ്റിക്കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളെ ഒന്ന് മോൾഡ് ചെയ്യാന്നുള്ളതാണ്. നമുക്കെതിരെ സംസാരിക്കുന്ന വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ പോകാതെ, നമുക്കെതിരെ എറിയുന്ന കല്ലുകളെ തിരിച്ചറിയാൻ നിൽക്കാതെ, നമുക്കെതിരെ പെയ്യുന്ന അമ്പുകളെ മാറി നിന്നുകൊണ്ട് അതിനെ തടയാൻ ശ്രമിക്കാതെ, നമുക്കെതിരെ പറയുന്നവര്, ചെയ്യുന്നവര്, പ്രവർത്തിക്കുന്നവര്, നമുക്കെതിരെ എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനയുന്ന വ്യക്തികൾ എവിടേക്കുണ്ടോ അവർക്കൊന്നും നമുക്ക് ഒരു മുഖവും കൊടുക്കാതെ, അവരെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുത്താതെ, എനിക്ക് കിട്ടിയ ഒരു അവസരത്തെ എനിക്ക് വിജയിച്ചേ മതിയാകൂ എന്നുള്ള ആർജവത്തോടു കൂടി ഒരു അചഞ്ചലമായ തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഡെഫിനറ്റ്ലി നമുക്ക് ബയോട്ടോറിയം വിജയിക്കാൻ സാധിക്കും. ഒരു തർക്കമില്ല. കാരണം ഇന്ന് ബയോട്ടോറിയം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കായി അപ്പുറം ഒരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞു. ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ബയോട്ടോറിയം എത്തിക്കഴിഞ്ഞു. വരുന്ന ആളുകളിൽ അതിന്റെ പ്രതിധ്വനികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇനി വരുന്ന ധാരാളം പ്രൊഡക്റ്റുകൾ, ധാരാളം കമ്പനികൾ ബയോട്ടോറിയം എന്ന MD-യുടെ നേരെ, സാഗർ ജോഷി സാറിന്റെ നേരെ, സാർ എന്റെ പ്രൊഡക്റ്റ് എടുക്കൂ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയില് നമ്മൾ ബയോട്ടോറിയത്തില് ID വെച്ചവരെല്ലാം ഭാഗ്യവന്മാരാണ്. ആരെല്ലാം ഇതിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടോ ID വെച്ചിട്ട്, അവരെ എല്ലാവരെയും പോയി കണ്ട് നല്ല രീതിയിൽ സംസാരിച്ച് അവരെ എല്ലാം കൂടെ നിർത്തിയിട്ട് നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് വിജയം നമ്മുടെ കൈവെള്ളയിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം നമ്മുടെ മുന്നിൽ പ്രൂവ് ചെയ്ത ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവരെ നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്ന് ധാരാളം പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ ഈ ബയോട്ടോറിയം കമ്പനിയിൽ നമുക്കറിയാം വളരെ ഭംഗിയായ, കാരണം മറ്റൊരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റാത്ത റിസൾട്ട് ധാരാളം പ്രൊഡക്റ്റുകൾ നമ്മളോട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ റീപർച്ചേസ് എന്ന ഒരു ഹ്യൂജ് വരുമാനം നമുക്ക് കിട്ടാൻ വേണ്ടി കമ്പനി എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ആക്കി കഴിഞ്ഞു. ധാരാളം പ്രൊഡക്റ്റുകൾ ഇനിയും വരുന്നുണ്ട്, പൈപ്പ് ലൈനാണ്. അതുകൊണ്ട് ഈ ഒരു കിട്ടിയ അവസരത്തെ മനസ്സിലാക്കിയെടുത്ത് സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിജയം നമ്മുടെ കൈവെള്ളയിലേക്ക് വരും. ഒരിക്കലെങ്കിലും എന്റെ ജീവിതത്തിൽ വിജയിച്ചേ അടങ്ങൂ. എന്റെ ജീവിതത്തിൽ എന്റെ ഭാര്യയുടെ മുന്നിൽ, എന്റെ സന്താനങ്ങളുടെ മുന്നിൽ, എന്റെ അച്ഛന്റെ മുന്നിൽ, എന്റെ അമ്മയുടെ മുന്നിൽ, എന്റെ ഭർത്താവിന്റെ മുന്നിൽ എനിക്ക് ഒരു ദിവസം തലയുയർത്തി നിൽക്കണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആരൊക്കെ ഉണ്ട് അവർക്കെല്ലാം ഇതിൽ വിജയിക്കാൻ സാധിക്കും. അവിടെ നമ്മളെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വിജയം നമ്മുടെ കൈവെള്ളയിലേക്ക് വരും. അല്ലാതെ കോഴിക്കോടിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ മാറാനും തയ്യാറല്ല. കഴുകനെ നോക്കിയിട്ട് കഴുകന്റെ ആ പറക്കല് കണ്ടോ, അവന്റെ ആ റാഞ്ചല് കണ്ടോ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ആ കഴുകനായി ചിന്തിക്കുന്ന, ആ കഴുകന്റെ മനസ്സിലേക്ക് മനസ്സാക്ഷി, ആ കഴുകൻ ചിന്തിക്കുന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നവരായി മാറണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കോഴിക്കോടിന് ചുറ്റുമുള്ള കൂട്ടുകെട്ടുകളെ നമ്മൾ ഭേദിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു കഴുകന്റെ മനസ്സിലോട്ട്, അല്ലെങ്കിൽ കഴുകൻ ചിന്തിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടിയ ഒരു അവസരത്തെ ഒരു അവസരമായി കണ്ടുകൊണ്ട്, ഇതിനെ ഒരു ചവിട്ടുപടികളായി കണ്ടുകൊണ്ട്, ഇതിന്റെ മുന്നിൽ എന്തെല്ലാം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും വന്നാലും അതിനെയെല്ലാം തച്ചുടച്ച് തകർത്തു മാറ്റിക്കൊണ്ട് ഇതിന് വേണ്ട രീതിയിലേക്ക് നമ്മളെ മനസ്സിലാക്കി എടുത്തുകൊണ്ട്, നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ട്, നമ്മളെ ഷാർപ്പൻ ചെയ്തുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കി സഞ്ചരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ബയോട്ടോറിയം വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥന നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു യൂനിസ് സാർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വളരെയധികം ഒരുപാട് സന്തോഷം കൊടുക്കുന്ന നല്ലൊരു തിരിച്ചറിവുകളാണ് ഇന്ന് ഇവിടെ സമ്മാനിച്ചത്. ഇത് എല്ലാവരും ഏറ്റെടുക്കുക, പ്രവർത്തിക്കുക. അതിനായി നമുക്ക് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം, മുന്നേറാം.
പിന്നെ ഇതിനകത്ത് നമുക്ക് വേണ്ട ഒരു 3-4 കാര്യമുണ്ട്. ആത്മവിശ്വാസം വേണം, ആത്മാഭിമാനം വേണം, ഒരു ആത്മധൈര്യം വേണം, പിന്നെ ആത്മബോധം വേണം. ഇത് 4 ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബയോട്ടോറിയം കമ്പനിയിൽ സക്സസ് ആയി വിജയിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നടുത്ത് നമുക്ക് കൺക്ലൂഡിങ് സെക്ഷൻ പിന്നെ യുവന സാറിന്റെ ഇതായിട്ട് ഒരുപാട് ചെറിയ ചെറിയ കഥകൾ മുഴുവനെയാണ് നമുക്കൊരു ക്ലാസ് ചെയ്യാറ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടാവും, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ഈ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നല്ല രീതിയിൽ ഒരു ക്ലാസ് തന്ന ഏറ്റവും നല്ലൊരു ലീഡറിന്റെ മുമ്പിൽ എനിക്കൊരു MC ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് കൺക്ലൂഡിങ് സെക്ഷനിലേക്ക് മനോജ് സാറിനെ ഓക്കെ, താങ്ക് യു ഗീത. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മളെല്ലാം പ്രിയങ്കരനായ യൂനസ് സാറാണ് നമ്മളോട് സംവദിച്ചത്. വിജയിക്കാനുള്ള പാത എങ്ങനെയാണ് വെട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കുക എന്നതാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു. നമ്മളെല്ലാം വിജയിക്കാൻ വേണ്ടി വന്നവരാണ് അല്ലെ. ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിലുള്ള ഇൻഡസ്ട്രിയാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ്. വരുന്ന 25 വർഷം ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കും. ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായി മാറാനുള്ള വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ആരോഗ്യത്തോടൊപ്പം തന്നെ, അതാണ് ആരോഗ്യത്തോടൊപ്പം തന്നെ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്, ബയോട്ടോറിയത്തിലാണ് നമ്മളുള്ളത്. അഭിമാനിക്കാം നമുക്ക് ഓരോരുത്തർക്കും. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എങ്ങനെ അതിവേഗം കുതിച്ചെത്താമെന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂനസ് സാറിന് സാധിച്ചിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ യൂനസ് ഭായ്. എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാം. അദ്ദേഹത്തിന് 24 hours ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ലീഡറാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാനും ബയോട്ടോറിയത്തിലുണ്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ടൊന്നും ബയോട്ടോറിയത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കണം. അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അല്ലെ. എത്ര മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം ബയോട്ടോറിയത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, അത് എഫക്റ്റീവ് ആയിട്ടായിരിക്കണം. വെറുതെ കഥ പറഞ്ഞു നടന്നതിനെ കൊണ്ട് കാര്യമില്ല. അതായത് നമുക്ക് നമ്മളിലേക്ക് പണം പ്രവഹിക്കുന്നത് എപ്പോഴും ഞാൻ പറയും പോലെ മണി എന്ന് പറഞ്ഞാൽ ടൈം പ്ലസ് എനർജിയാണ്. സമയവും ഊർജവും ചെലവാക്കിയാൽ മാത്രമേ പണം വരുള്ളൂ. സമയവും ഊർജവും കൃത്യമായ രീതിയിൽ ആരൊക്കെ ചെലവഴിക്കുന്നുണ്ടോ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വരും. അപ്പൊ എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മുടെ വിജയത്തിന്റെയും നമ്മുടെ പരാജയത്തിന്റെയും ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അല്ലാണ്ട് മുകളിൽ നോക്കിയിട്ട് അപ്ലൈനോ അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ഡൗൺലൈൻ പറഞ്ഞിട്ട് യാതൊരു കാര്യം. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് നമ്മൾ. അതുകൊണ്ട് അതിനനുസരിച്ച് നല്ലൊരു മൈൻഡ് സെറ്റോടുകൂടി ഒരു പാഷനായിട്ട് ഇത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിനകത്ത് വിജയിക്കും, എനിക്കിത് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി കൂടുതൽ ആളുകളിലേക്ക് ആവേശത്തോടെ, അല്ലെ ആവേശമാണ് നമ്മളെ വിജയിക്കുക. ആവേശം ഒരു കാരണവശാലും കുറയാൻ വേണ്ടി പാടില്ല. വളരെ ആവേശത്തോടെ എന്തൂസിയാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ നല്ലൊരു കണ്ണു തുറപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു അദ്ദേഹത്തിന്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ സ്പിരിറ്റ് മനസ്സിലാക്കുക. എന്തായാലും ഈസ്റ്റർ കഴിഞ്ഞു, ഇനി അടുത്ത വലിയൊരു മഹോത്സവം നടക്കുകയാണ് 9-ാം തീയതി അല്ലെ. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹോത്സവമാണ് ഈ 9-ാം തീയതി നടക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ്. അതിന്റെയൊക്കെ തിരക്കിലാണ് എല്ലാവരും അറിയാം. എല്ലാവരും പല പല പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അതിൻ്റെതായ ഡ്യൂട്ടീസ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി പോകുന്ന അവസരത്തിലും കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലേക്ക് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ പോയി വോട്ട് ചോദിക്കാൻ വേണ്ടി. അപ്പൊ അവരുടെ കൂടെ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് താങ്കൾ എന്താ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞു ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അതിനകത്ത് വന്ന കൂട്ടത്തിൽ ഒരാളെ ഇങ്ങനെ റിസ്റ്റ് ബാൻഡ് കാണിക്കാം എന്നെ മനസ്സിലായ. അപ്പൊ എന്നെ അറിയില്ല സാറിന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് ആളെ അറിയൊന്നുമില്ല, അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ റിസ്റ്റ് ബാൻഡ് കെട്ടിക്കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ചെയർമാനൊന്ന് കൊടുക്കുക എന്നാലും എന്ന് പറഞ്ഞു. ആ ചെയർമാൻ കൊടുക്കുക സാറേ, ചെയർമാൻ കൊടുക്കാം, മനസ്സിലായ. അപ്പൊ ആ രീതിയിൽ അതിന്റെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് ഉണ്ടായിരുന്നു. മനോജ് സാറല്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ ഞാൻ തൊഴാൻ പോയ അമ്പലത്തിൽ കയറുമ്പോ എല്ലാവർക്കും അറിയാം അല്ലെ, ഷർട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം അമ്പലത്തിൽ കയറാൻ. അപ്പൊ ഷർട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് അമ്പലത്തിൽ ഇങ്ങനെ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതവണയായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോ കൃഷ്ണൊക്കെ കഴിച്ച് എല്ലാം തൊഴുത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിങ്ങനെ ഇറങ്ങാൻ നോക്കും. മനോജ് സാറല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അല്ല സാറിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അതാണോ എന്നൊരു സംശയം കൊണ്ട് ചോദിച്ചതാണ് സാറേ. ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്, വർക്ക് എങ്ങനെ പോകണം?
നന്നായി പോകുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കണം. അതാണ് 24. യൂനസ് ഭായിനെ എവിടെ കണ്ടാലും ആർക്കറിയാം ഇല്ലേ? യൂനസ് ഭായി അല്ലേ ഇല്ലേ? കാരണം നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാമിൽ വരിക, ഫിസിക്കൽ പ്രോഗ്രാമിൽ വരിക, സൂമിൽ എല്ലായിടത്തും നമ്മൾ സജീവ സാന്നിധ്യമായിട്ട് മാറുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും വഴി എന്ന് പറയുന്നത്. പുറകോട്ട് മാറി നിന്നാൽ വിജയിക്കില്ല. മുൻപന്തിയിൽ നിൽക്കണം, മുൻപന്തിയിലേക്ക് ഇറങ്ങി വരണം ഓരോരുത്തരും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശക്തമായിട്ട് 100 days 100 അല്ലെ മെമ്പേഴ്സ്, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ജൂൺ 30 ആകുമ്പോൾ എല്ലാവരും മറന്നുപോയി തോന്നുന്നത്. ഞാൻ 2 ദിവസമായിട്ട് അത് ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് എല്ലാവരും മറന്നുപോയിക്കണം. 100 ദിവസം കൊണ്ട് 100 പേരുടെ ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ, സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചോളൂ, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ റീപർച്ചേസിലൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകണം സാഗർ സാർ. അടുത്ത ദിവസങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകും. ഓരോരുത്തരും ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും റീറ്റെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ വലിയൊരു ഫിനാൻഷ്യൽ പരിടത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ ആളുകളിലേക്ക് നിങ്ങൾക്ക് ഈ അവസരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇല്ലേ, ഒത്തിരി ആളുകളെ നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കും. അവരായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തത്. അത് ബന്ധങ്ങളാണ് നമ്മളെ ബിസിനസ്സിൽ വിജയിക്കുന്നത്. ആ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക, അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കുക. നമ്മളെ ഡ്യൂട്ടീസ് ഉണ്ട്, ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ, ഇവിടെ കഴിഞ്ഞ അവിടെ കഴിഞ്ഞു, മറ്റങ്ങോട്ടും അത് ഇത് മറ്റത് മറിച്ചത് ഇങ്ങനെ നിങ്ങൾ പോകല്ലേ. നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ല. നേർവഴിയിലൂടെ പ്രകാശം സഞ്ചരിക്കും പോലെ ഇല്ലേ, നേർവഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട. യു ആർ അച്ചീവേഴ്സ്. എല്ലാവരും നല്ല ഡെയിലി ഞാൻ പറയും പോലെ അഫർമേഷൻ എടുക്കുക അല്ലെ. ടുഡേ ഈസ് മൈ ഡേ, എനിക്ക് സാധിക്കും എന്നുള്ള ആ ഒരു അഫർമേഷൻ, അത് ചോർന്നു പോകരുത്. അതാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ കയറുന്നതിന് മുമ്പും പ്രോഗ്രാം കഴിഞ്ഞാലും ഡെയിലി ഒരു കണ്ണടച്ചിരുത്തുകൊണ്ട് ഒരു 10 മിനിറ്റ് അഫർമേഷൻ എടുക്കുക ഡെയിലി. മനസ്സിലായ? നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ബയോട്ടറിൽ അത് അച്ചീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ണടച്ചിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ആവാഹിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക അല്ലെ. ഐ ക്യാൻ ഡു ടുഡേ ഈസ് മൈ ഡേ, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഐ എം എ വിന്നർ, ഐ എം എ വിന്നർ, ഐ എം എ വിന്നർ എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷം മനസ്സിലാവും. ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാക്കും. പിന്നെ നിങ്ങളെ തകർക്കാൻ ആർക്കും പറ്റില്ല, വീട്ടിലിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അത് ഡെയിലി ഒരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യൂ കേട്ടാ. നിങ്ങൾ അച്ചീവർ ആയിട്ട് ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെ വിളിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങ് അല്ലെ. തലയിൽ നല്ല തൊപ്പിയൊക്കെ വെച്ച് അല്ലെ, വലിയ പൂമാലകളൊക്കെ അണിഞ്ഞ് പൊന്നാടയൊക്കെ അണിയിപ്പിച്ച് നിങ്ങളെ ലീഡേഴ്സ് ഒക്കെ എടുത്ത് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന ആ രംഗമുണ്ടല്ലോ, ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിൽ 1 കോടി രൂപ വരുന്ന ആ ദിവസം നിങ്ങൾ കുറിക്കാൻ വേണ്ടി സാധിക്കണം. ഞാൻ അങ്ങനെ കുറിച്ചിട്ടത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്. ആ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റൂ അല്ലെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയും, ഒരു സംശയമില്ല. എല്ലാവർക്കും വിജയാശംസകളോടെ ഒരിക്കൽ കൂടി യൂനസ് സാറിനും ടീമിനും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് അടുത്ത ദിവസം ഇതുപോലെ പ്രോഗ്രാം ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ഒന്നുകിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്ത ദിവസം നമ്മളെ BOP സ്റ്റാർട്ട് ചെയ്യാണ്. 11-ാം തീയതി ആലപ്പുഴ പ്രോഗ്രാം. 11-ാം തീയതി ആലപ്പുഴ നല്ലൊരു അടിപൊളി പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തുള്ള എല്ലാ ലീഡേഴ്സും അവിടെ എത്തുക. 16-ാം തീയതി കോഴിക്കോട് BOP ആണ്. അതുപോലെ തന്നെ 16-ാം തീയതി പെരുമ്പാവൂർ BOP ആണ്. നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വെച്ചാലേ വരുള്ളൂ എന്നുള്ള വാശി ഉണ്ടാകരുത് ആർക്കും. എവിടെയാണ് അടുത്ത സെന്റർ? കണ്ണൂരുകാരൊക്കെ കോഴിക്കോടേക്ക് വരണം കേട്ടോ. തളിപ്പറമ്പ് കണ്ട് കോഴിക്കോടൊക്കെ വലിയ ദൂരമൊന്നുമില്ല. അവിടുന്ന് അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ, ആ പഴയങ്ങാടി പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ട്രെയിൻ ഉണ്ട്. ദൂരമാണ് സാറേ. എറണാകുളത്ത് നിന്ന് എനിക്ക് അവിടെ വരാം. നിങ്ങൾക്ക് അവിടുത്തെ ഒരു 10-15 കിലോമീറ്റർ ആളുകൾക്ക് അവരുടെ വീട്ടിന്റെ മുമ്പിൽ പ്രോഗ്രാം വെച്ചു കൊടുക്കണം എന്ന് പറയുന്ന അവസ്ഥാവിശേഷം മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ഷെഡ്യൂളൊക്കെ ഗ്രൂപ്പുകൾ ഇട്ടിട്ടുണ്ട്. 16-ാം തീയതി പെരുമ്പാവൂർ പ്രോഗ്രാമാണ്. ഇലക്ഷൻ വിഷുവും കൂടി കഴിയുന്നതോട് കൂടിയിട്ട് അങ്ങോട്ട് ഇനി തരംഗമായിരിക്കും ബയോട്ടോറിയത്തിന്റെ, ഒരു സംശയവും വേണ്ട. എല്ലാവരും എന്തായാലും 100 കണക്കിന് കോടീശ്വരന്മാരെ ബയോട്ടോറിയത്തിലൂടെ കൊച്ചു കേരളത്തിൽ നമ്മൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്ത് വെല്ലുവിളി ഉണ്ടായാലും, എന്ത് കൊടുങ്കാറ്റുണ്ടായാലും, എന്ത് തിരമാലകൾ ഉണ്ടായാലും, മനസ്സിലായ? സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു ആവേശം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഊർജവും ശക്തിയും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മനോജ് സാർ.